Hi everyone, welcome to another video of unit costing. Today, in this video, I would like to explain about the preparation of tender or quotation, that is, the computation of tender price under different situations. അതായത് ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദെൻ mainly there are three cases for calculating the tender price under different situations. That is, first one is calculation of tender price on the basis of percentage of overheads. Second one, calculation of tender price on the basis of previous years per unit cost. And third one is calculation of tender price on the basis of fixed and variable expenses are given. So first of all നമ്മൾ എന്താണ് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്നുള്ളത് മനസ്സിലാക്കണം. Then, tender price or quotation price is the estimation of cost and selling price before starting production. അതായത് മാനുഫാക്ചേഴ്സ് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റും അതിൻ്റെ സെല്ലിംഗ് പ്രൈസും മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു മാനുഫാക്ചറർ അതിൻ്റെ കസ്റ്റമേഴ്സിന് ഏത് വിലക്കാണ് അല്ലെങ്കിൽ ഒരു എത്ര എസ്റ്റിമേറ്റഡ് പ്രൈസിനാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത്, ദാറ്റ് മീൻസ് സപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ടെൻഡർ ഓർ കൊട്ടേഷൻ പ്രൈസ് ഈസ് ദി എസ്റ്റിമേറ്റഡ് പ്രൈസ് ഫോർ വിച്ച് ദി മാനുഫാക്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു സപ്ലൈ ദി പ്രൊഡക്ട്സ് ടു ദി കസ്റ്റമേഴ്സ്. അതായത് മാനുഫാക്ചറേഴ്സ് അതായത് പ്രൊഡ്യൂസേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് എൻ്റർപ്രൈസസ് യൂഷ്വലി ഇൻവൈറ്റ് ഓഫേഴ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് സപ്ലൈയിങ് സർട്ടൻ പ്രൊഡക്ട്സ് ഓർ റെൻഡറിങ് സർവീസസ് ബൈ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി ന്യൂസ് പേപ്പർ അണ്ടർ ദി ടൈറ്റിൽ ടെൻഡർ. അപ്പോൾ ടെൻഡർ എന്നുള്ള ടൈറ്റിലിൽ ബിസിനസ് എൻ്റർപ്രൈസസ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് ഓഫേഴ്സ് ഇൻവൈറ്റ് ചെയ്യും. സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓഫേഴ്സ് ഇൻവൈറ്റ് ചെയ്യും. അതായത് അവർക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓഫർ ഇൻവൈറ്റ് ചെയ്യും. ഏതിൻ്റെ ടൈറ്റിലിൽ? അണ്ടർ ദി ടൈറ്റിൽ ടെൻഡർ എന്നുള്ള ടൈറ്റിലിൽ. ദാറ്റ് ഈസ് ടെൻഡർ പ്രൈസ് ഓർ കൊട്ടേഷൻ പ്രൈസ് ഈസ് ദി എസ്റ്റിമേറ്റഡ് പ്രൈസ് for which the manufacturers are interested to supply the products to the customers. അതായത് മാനുഫാക്ചേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവരുടെ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫിക്സഡ് വെരി കെയർഫുള്ളി. ഇത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫിക്സഡ് വെരി കെയർഫുള്ളി ബിക്കോസ് ഇപ്പോൾ ടെൻഡർ പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സിന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടൂല, ഓർഡർ കിട്ടൂല. അതായത് ദിസ് ഈസ് സോ ബിക്കോസ് ഇഫ് ദി ടെൻഡർ പ്രൈസ് ഈസ് കമ്പാരറ്റീവ്ലി ഹയർ, ഇപ്പം മറ്റുള്ള ടെൻഡർ പ്രൈസിനേക്കാൾ കൂടുതലാണ് പെർട്ടിക്കുലർ ടെൻഡർ പ്രൈസ് എങ്കിൽ മാനുഫാക്ചറർ കനോട്ട് ഗെറ്റ് ഓർഡർ ഫ്രം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് ഓർഡർ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇഫ് ദി ടെൻഡർ പ്രൈസ് ഈസ് ലെസ്, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ടെൻഡർ പ്രൈസ് ലെസ് ആണെന്നുണ്ടെങ്കിൽ, ടെൻഡർ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറർ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് ലോസ് അല്ലെങ്കിൽ നഷ്ടം മാനുഫാക്ചറർ സഹിക്കേണ്ടി വരും. അപ്പം ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കേസിൽ അത് കൂടുതൽ ലോ ആവാനും പറ്റൂല. അതായത് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി കോസ്റ്റിനേക്കാൾ കുറയാനും പറ്റൂല. അതേപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത് ഹയർ ആവാനും പാടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ഫിക്സ് ചെയ്യണം, ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യണം. ദെർഫോർ ദി ടെൻഡർ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ഷീറ്റ് ഓഫ് ദി പ്രീവിയസ് പീരിയഡ് ആൻഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ലൈക്ലി ചേഞ്ചസ് ഇൻ കോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഡർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മുൻ വർഷത്തെ കോസ്റ്റ് ഷീറ്റ് കൺസിഡർ ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കോസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്
computation of tender price under different situations. Okay, then mainly there are three situations. That is, first one is calculation of tender price on the basis of percentage of overheads, and second one is computation of tender price on the basis of previous years per unit cost. Then under computation of tender price on the basis of previous years per unit cost, it involves three cases. That one is if there is no change in cost components and percentage of profit. ഇപ്പോൾ കോസ്റ്റ് കോമ്പണൻറ്റിലും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും ചേഞ്ച് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. കോസ്റ്റിൽ ചേഞ്ച് ഉണ്ട് ബട്ട് എന്തിലില്ല, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് കേസ് ഇസ് വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് എലോങ് വിത്ത് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. കോസ്റ്റിലും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൂന്ന് സിറ്റുവേഷനാണ് ഇതിൽ വരുന്നത്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പെർ യൂണിറ്റ് കോസ്റ്റിൽ വരുന്നത്. ദെൻ തേർഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് കേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് വെൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസസ് ആർ ഗിവൺ. ഇപ്പോൾ ഫിക്സഡും വേരിയബിളും എക്സ്പെൻസസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ത്രീ കേസസ് ദാറ്റ് ഈസ് ടു കാൽക്കുലേറ്റ് ഓർ ടു കമ്പ്യൂട്ട് ദി ടെൻഡർ പ്രൈസ്. ഓക്കെ, ദെൻ അതിലെ ഫസ്റ്റ് കേസ് ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ ദാറ്റ് ഈസ് ഇൻ ദിസ് കേസ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഗിവൺ. ദാറ്റ് ഈസ് പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻ പ്രീവിയസ് പീരീഡ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. അതായത് ഈ കേസിൽ പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് പീരിയഡിലെ പെർ യൂണിറ്റ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനും കഴിയില്ല. ദെൻ ഇവിടെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ ഹെഡ്സിനെ കുറിച്ചിട്ടും ഇൻഫോർമേഷനൊന്നും തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഡയറക്റ്റ് കോസ്റ്റും പ്രോഫിറ്റ് പെർസെൻറ്റേജും എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ ഹിയർ ഡയറക്റ്റ് കോസ്റ്റ് മീൻസ് മെറ്റീരിയൽ, ലേബർ എക്സെട്ര ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആർ ക്ലിയർലി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റും പ്രോഫിറ്റ് പെർസെൻറ്റേജും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ബട്ട് ദർ ഈസ് നോ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ഓവർ ഹെഡ്സിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ certain സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഓഫ് ദി പ്രീവിയസ് പീരിയഡ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് പീരിയഡിൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ബൈ യൂസിങ് ദി കോസ്റ്റ് ഡാറ്റ ഓഫ് ദി പ്രീവിയസ് പീരിയഡ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്ത ഓവർ ഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർട്ടൻ ഇക്വേഷൻസ് ആണ് ഫോളോ ചെയ്യുക. അതായത് ഓരോ ഓവർ ഹെഡ്സിൻ്റെ പെർസെൻറ്റേജും കാണുന്നത് ഒരു പെർട്ടിക്കുലർ ബേസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഏത് ഓവർ ഹെഡ്സ് ഇപ്പോൾ എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്, ഏതിൻ്റെ ബേസിലാണ് അതിൻ്റെ പെർസെൻറ്റേജ് കാണേണ്ടത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്ത ഓവർ ഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓവർ ഹെഡ്സിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ടു ഫൈൻഡ് ഔട്ട് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്. ദെൻ നമ്മൾ മൂന്നാമത്തേൽ എന്ത് ചെയ്യണം, അതായത് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ, ഒരു ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും.
ദെൻ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ പ്രൈം കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് ടോട്ടൽ കോസ്റ്റും കിട്ടും. ദെൻ ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോസ്റ്റ് ഷീറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും, അതോടൊപ്പം തന്നെ ടോട്ടൽ കോസ്റ്റും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടെൻഡർ പ്രൈസ് ആണ്. സോ ലാസ്റ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടെൻഡർ പ്രൈസ് ആണ്. അപ്പോൾ ടെൻഡർ പ്രൈസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ടെൻഡർ പ്രൈസ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല, പക്ഷേ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാകും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ രണ്ട് കേസിലാണ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റും ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസും. ഇപ്പോൾ ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റിലാണ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഇവിടെ നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ആ ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഗിവൺ ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസിലാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ കൂടെ ടോട്ടൽ കോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹൗ ടു കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ്. ദെൻ percentage of overheads are calculated with the help of the following equations. That is, first equation percentage of factory overheads on direct wages. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫാക്ടറി ഓവർഹെഡിനെ എപ്പോഴും നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് ഡയറക്റ്റ് വേജിൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്സോർബ് ചെയ്യുക. ദാറ്റ് ഈസ് ഫാക്ടറി ഓവർഹെഡ്സ് ആർ അബ്സോർബ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ദെൻ അതേപോലെ തന്നെ ഓഫീസ് ആൻഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് അബ്സോർബ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ്, അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ്. അപ്പോൾ വേറെ നമുക്കൊരു ഇൻഫോർമേഷനും തന്നിട്ടില്ലെങ്കിൽ ഓഫീസ് ആൻഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ദാറ്റ് ഈസ് ഓഫീസ് ആൻഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ് എപ്പോഴും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് വേജിൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ ഇഫ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് നോട്ട് ഗിവൺ, ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ്. നമ്മൾ എന്ത് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്യണം ആസ് എ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ്. ഇപ്പോൾ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റും ആൻഡ് സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസും ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹിയർ ഇപ്പം നമ്മൾ പറഞ്ഞത് ദാറ്റ് ഈസ് എങ്ങനെയാണ് ഫാക്ടറി ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഹിയർ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് ഓൺ ഡയറക്റ്റ് വേജസ്, അതായത് ഫാക്ടറി ഓവർ ഹെഡ് നമ്മളെപ്പോഴും ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ദാറ്റ് ഈസ് ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും, പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് ലഭിക്കും. സോ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു percentage on factory overhead is equal to that is factory overhead divided by direct wages into 100. Then percentage of office and general overhead on factory cost. ഇപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ മുകളിലാണ് ഓഫീസ് ആൻഡ് ജനറൽ ഓവർഹെഡ് അല്ലെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് ഫോളോ ചെയ്യുക. That is percentage of office and general overhead is equal to office and general overhead divided by factory cost into 100. Office and general overhead divided by factory cost into 100. Okay. Then percentage of office and general overheads on factory cost is equal to office and general overheads divided by factory cost into 100. Then next percentage of selling and distribution overheads on factory cost. ഇപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്നത് ദാറ്റ് ഈസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു
100. So these are the various equations. ഇപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി ദർ ആർ 2 കേസസ് ടു കമ്പ്യൂട്ട് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റും ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മേ ബി കാൽക്കുലേറ്റഡ് either as a percentage of cost or selling price, that is as a percentage of selling price. ഇപ്പോൾ നമുക്ക് if nothing is given, ഇപ്പോൾ നമുക്ക് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ percentage of profit should be presumed to be on cost. ഇപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ ഇൻഫോർമേഷനോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതായത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓൺ കോസ്റ്റിൻ്റെ മുകളിലാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇഫ് ദി ഗിവൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഓൺ കോസ്റ്റ്, ഇപ്പം നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഈസിലി. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ടോട്ടൽ കോസ്റ്റ് നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് മേ ബി കാൽക്കുലേറ്റഡ് എയ്തർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ കോസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. ദെൻ ദർ ആർ 2 സിറ്റുവേഷൻസ് ടു കാൽക്കുലേറ്റ് ദി പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇഫ് ദി ഗിവൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഓൺ കോസ്റ്റ്, തന്നിട്ടുള്ള പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കോസ്റ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഈസിലി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം അവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ടോട്ടൽ കോസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കേസ് എന്ന് പറയുന്നത് ഇഫ് ദി ഗിവൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ തന്നിട്ടുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദാറ്റ് ഈസ് ബിക്കോസ് വി ഡോണ്ട് നോ ദി സെല്ലിംഗ് പ്രൈസ്. കാരണം എന്താണ്, നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളത് അറിയില്ല. ദെൻ ആ സിറ്റുവേഷനിൽ, ദാറ്റ് ഈസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ദി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ തന്നിട്ടുള്ള പെർസെൻറ്റേജിനെ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ കോസ്റ്റ് പെർസെൻറ്റേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ദെൻ ഹിയർ ഈസ് ദി എക്സാമ്പിൾ, ദാറ്റ് ഈസ് 20% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആണെന്നുണ്ടെങ്കിൽ അതെന്തിന് ഈക്വലാണ്, ഇപ്പോൾ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ 25%-ന് ഈക്വലാണ് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണെങ്കിൽ കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, 25% ആണ്. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇപ്പോൾ സപ്പോസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ലെസ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. ദെൻ ഇവിടെ 100ൻ്റെ 20%, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ₹100 ആണ്. ദെൻ ഈ 100ൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ₹20 ആണ്. അപ്പോൾ 100ൽ നിന്ന് 20 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 80 കിട്ടി. സോ ദാറ്റ് ഈസ് ദി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ₹80. അപ്പോൾ ഇനി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, ഇനി കോസ്റ്റിൻ്റെ മുകളിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുന്നത്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ₹20. ദെൻ ഹിയർ 20 ഡിവൈഡഡ് ബൈ ₹80 ഇൻറ്റു 100, അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 100, അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 25% ആണ്.
അപ്പോൾ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. അപ്പോൾ 20% എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 20% ആണ് പ്രോഫിറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തിന് തുല്യമാണ്? കോസ്റ്റിൻ്റെ 25%-ന് തുല്യമാണ്. ദാറ്റ് ഈസ് 1/5 ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1/4 ഓൺ കോസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി computation of profit as a percentage of cost and computation of profit as a percentage of selling price. അപ്പോൾ കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, കാരണം നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഷീറ്റ് തന്നെ മനസ്സിലാവും. ബട്ട് ഇൻ ദി കേസ് ഓഫ് സെല്ലിംഗ് പ്രൈസ്, ഇപ്പോൾ സെല്ലിംഗ് പ്രൈസിലാണ് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ തന്നിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിളാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ വെൻ ദി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഈസ് ഗിവൺ. ഇപ്പം നമുക്ക് പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഓൺ സെയിൽ തന്നിട്ടുണ്ടാവും, അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്? ദാറ്റ് ഈസ് ഹിയർ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് profit is equal to cost into percentage of profit on sales divided by 100 minus percentage of profit on sales. Then alternatively, ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് ക്യാൻ ബി ഡയറക്റ്റ്ലി അസർട്ടൈൻഡ് ആസ് ഫോളോസ്. ഇപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യാം? നേരിട്ട് അസർട്ടൈൻ ചെയ്യാം. ദാറ്റ് ഈസ് നേരിട്ട് അസർട്ടൈൻ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതായത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസും അത് എന്തിന് ഈക്വലാണ്, ഇപ്പോൾ കോസ്റ്റിന് എത്രയാണ് ഈക്വൽ ആവണമെന്നുള്ളതും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/10 ഓൺ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 1/9 ഓൺ കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 1/10 ആണ് പ്രോഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റിൻ്റെ 1/9 പോർഷനാണ് വരിക. ഓക്കെ, അപ്പോൾ 1/9 ഓൺ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 1/8 ഓൺ കോസ്റ്റ് and 1/5 on selling price will be equal to 1/4 on cost, and 1/4 on selling price will be equal to 1/3 on cost, and 1/3 on selling price will be equal to 1/2 on cost. So these are the example, that is conversion of selling price into cost, percentage profit on cost. ദെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റിലാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺവേർഷൻ്റെ ആവശ്യമില്ല. സെല്ലിംഗ് പ്രൈസിലാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും അതേപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡും എങ്ങനെയാണ് നമ്മൾ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ടെൻഡർ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളതും ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നോക്കാം. ഓക്കെ, ദെൻ ഹിയർ ഈസ് ദി പ്രോബ്ലം. ദാറ്റ് ഈസ് ദി അക്കൗണ്ട്സ് ഓഫ് എ മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനി disclose the following information for the 6 months ending 31st December 2016. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാനുഫാക്ചറിങ് കമ്പനീൻ്റെ, ഒരു മെഷീൻ മാനുഫാക്ചറിങ് കമ്പനീൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. 6 months എൻഡ് ചെയ്യുന്നതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസ്ഡ് ₹1,50,000. ദെൻ സെക്കൻഡ് വൺ പ്രൊഡക്റ്റീവ് വേജസ് ₹1,20,000 and factory overhead expenses ₹24,000 and establishment and general expenses ₹17,640. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് prepare the cost sheet of the machines and calculate the price which the company should quote for the manufacture of a machine requiring materials valued at ₹1,250 and expenditure in productive wages of ₹750. So that the price may yield a profit of 20% on the selling price. അപ്പോൾ നമ്മളോട് ഇവിടെ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മെഷീൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനിക്ക് ഒരു അതിൻ്റെ കോട്ട് പ്രൈസ്, അതായത് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മെറ്റീരിയൽസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ₹1,250 ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ പ്രൊഡക്റ്റീവ് വേജ് വരുന്നത് $750. അതേപോലെ തന്നെ പ്രോഫിറ്റ് അവർ ഈൽഡ് ചെയ്യുന്നത് 20% ഓൺ ദി സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. സോ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം.
അതേപോലെ തന്നെ ഒരു കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ദെൻ എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ദെൻ ഹിയർ ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദി കോസ്റ്റ് ഷീറ്റ് ഫോർ ദി പീരിയഡ് ഓഫ് 6 months എൻഡിങ് 31st December 2016. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഐറ്റം തന്നിട്ടുള്ളത് മെറ്റീരിയൽ യൂസ്ഡ് ആണ്. ദെൻ ഫസ്റ്റ് ഐറ്റം ഈസ് മെറ്റീരിയൽ യൂസ്ഡ്, ദാറ്റ് ഈസ് ₹1,50,000. ദെൻ സെക്കൻഡ് ഐറ്റം ദാറ്റ് ഈസ് പ്രൊഡക്റ്റീവ് വേജസ്, ദാറ്റ് ഈസ് ₹1,20,000. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റീവ് വേജസ് ദാറ്റ് ഈസ് ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടില്ല. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 2,70,000. സോ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2,70,000. ദെൻ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ദെൻ ആഡ് ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ്, ആഡ് ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ₹24,000 ആണ്. സോ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെയർഫോർ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2,94,000. ദെൻ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ് ആണ്. ദാറ്റ് ഈസ് 2,70,000 പ്ലസ് 24,000 ഈസ് ഈക്വൽ ടു 2,94,000. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആണ് തന്നിട്ടുള്ളത്. That is equal to ₹17,640. So ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേറെ കൂടുതൽ ഇൻഫോർമേഷനും തന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ലഭിച്ചത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,94,000 പ്ലസ് 17,640 ദാറ്റ് ഈസ് ഈക്വൽ ടു 3,11,640. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഇൻഫോർമേഷൻ്റെ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പേഴ്സൻറ്റേജ് ആണ്. അതായത് നമുക്ക് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറി ഓവർ ഹെഡും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസും ഒക്കെ എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ഡയറക്റ്റ് വേജസിൻ്റെ മുകളിലും പെർസെൻറ്റേജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് ഓൺ ഫാക്ടറി കോസ്റ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫാക്ടറി ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജും അതേപോലെ തന്നെ ജനറൽ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓവർ ഹെഡ്സിൻ്റെ പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജസ്. ദി ഫസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് percentage is based on wages, that is calculation of percentage of factory overheads on wages. Then here the equation is factory overhead divided by direct wages, factory overhead divided by direct wages into 100. Then here factory overhead is equal to നമുക്ക് factory overhead തന്നിട്ടുണ്ട്, that is ₹24,000. factory overhead is equal to ₹24,000 and direct wages, that is productive wages, is equal to 1,20,000. Therefore percentage of factory overhead on wages, that is equal to 24,000 divided by 1,20,000 into 100, that is equal to 20%. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് 20% ആണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡറിൽ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് 20% ഓൺ വേജസ് ആയിരിക്കും വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പെർസെൻറ്റേജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് ഓൺ ഫാക്ടറി കോസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100,
ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ₹17,640 ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 2,94,000 ആണ്. ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2,94,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 17,640 ആൻഡ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2,94,000. സോ ഹിയർ 17,640 divided by 2,94,000 into 100, that is equal to 6%. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് 6% ആണ് ഓൺ ഫാക്ടറി കോസ്റ്റ്. ദെൻ ഇപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡും കിട്ടി, പെർസെൻറ്റേജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സും കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ പ്രിപ്പയർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ, ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ മെഷീൻ. ദെൻ ഇവിടെ ഇത് റുപ്പീസ് കോളമാണ്, ദെൻ ഇത് ഐറ്റംസ് കോളം. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡറിൽ ഫസ്റ്റ് ഐറ്റം നമ്മൾ കാണിക്കുന്നത് മെറ്റീരിയൽസ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽസ് എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മെറ്റീരിയൽസ് റിക്വയറിംഗ് മെറ്റീരിയൽസ് വാല്യൂഡ് അറ്റ് ₹1,250 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 1,250, 1250. ദെൻ നെക്സ്റ്റ് ഐറ്റം വേജസ് ആണ്. ദാറ്റ് ഈസ് വേജസ് ഈസ് ഈക്വൽ ടു, വേജസ് ഓൾസോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ₹750 ആണ്. സോ വേജസ് ഈസ് ഈക്വൽ ടു ₹750. സോ ഹിയർ ഈസ് ദി പ്രൈം കോസ്റ്റ്, ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1,250 പ്ലസ് 750, ദാറ്റ് ഈസ് ഈക്വൽ ടു ₹2,000. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ₹2,000 ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. നെക്സ്റ്റ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 20% ഓൺ വേജസ് ആണ് വരുന്നത്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് 20% ഓൺ വേജസ് ആണ്. അപ്പോൾ 20% ഓൺ വേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ വേജസ് എന്ന് പറയുന്നത് ₹750 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 750 ഇൻറ്റു 20/100. അപ്പോൾ അതാണ് എന്ത് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ₹150. അപ്പോൾ 750 ഇൻറ്റു 20/100, ദാറ്റ് ഈസ് ₹150. അപ്പോൾ 2,000 പ്ലസ് 150, ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2,150, 2,150. ദെൻ നമ്മൾ ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? ആഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് ഓൺ ഫാക്ടറി കോസ്റ്റ് ആണ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ 6% നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആയിട്ട്, ജനറൽ ഓവർ ഹെഡ്സ് ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 2,150 രൂപയാണ്. അതിൻ്റെ 6%, ദാറ്റ് ഈസ് 6% എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ദെൻ 2,150ൻ്റെ 6% എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ₹129. അപ്പോൾ 129 ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. സോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർ ഹെഡ്സ് ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ദെയർഫോർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു 2,150 പ്ലസ് 129, ദാറ്റ് ഈസ് ഈക്വൽ ടു 2,279. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രൊഫിറ്റിൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ദി സെല്ലിംഗ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഇവിടെ അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. സോ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 20% പ്രോഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് 2,279. ദാറ്റ് ഈസ്, സോ ഹിയർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു
2279 ഇൻറ്റു 25/100. അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രൊഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ കോസ്റ്റിൻ്റെ 25% പ്രൊഫിറ്റ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് 2279 അതിൻ്റെ 25% എന്ത് വരിക, പ്രൊഫിറ്റ് വരുന്നത്. ദാറ്റ് ഈസ് ₹570. അപ്പോൾ പ്രൊഫിറ്റ് എന്ന് പറയുന്നത് 570 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രൊഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ് കിട്ടും. ദാറ്റ് ഈസ് സെയിൽസ് ഈസ് ഈക്വൽ ടു 2849. അതാണ് എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 2849 ദാറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടി 2849. ഇനി ഈ 2849ൻ്റെ 20% പ്രൊഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 2849 ഇൻറ്റു 20/100 എത്രയാണ് നോക്കുക. അത് 569.8 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 570. ഓക്കെ, സോ ഇതാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അതിലെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓവർ ഹെഡ്സ് എസ്റ്റിമേറ്റഡ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പകരം നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓവർ ഹെഡ്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓവർ ഹെഡ്സ് ഒക്കെ എത്രയാണെന്ന് കിട്ടും. ദെൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. പ്രൊഫിറ്റ് പെർസെൻറ്റേജ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ പ്രോഫിറ്റ് കാണാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഹിയർ ഈസ് ദി സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.